എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഗോസിപ്പ് പറയാൻ ഇഷ്ടമില്ലാത്ത ആളുകളുടെ സൈക്കോളജിയെക്കുറിച്ചാണ്. ഇങ്ങനെയുള്ള ആളുകൾ വളരെ കുറവായിരിക്കും നമ്മുടെ സമൂഹത്തിൽ. പൊതുവെ ഗോസിപ്പ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക? നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയൊരു സന്ദർഭം ഉണ്ടായിട്ടുണ്ടായിരിക്കും. എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കും. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷന് പോകുന്നു, അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ഒരുമിച്ച് ഒരു ഗ്രൂപ്പായിട്ട് ഇരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ സംസാരത്തിൻ്റെ ഇടയിൽ ഒരാളുടെ പേര് പൊങ്ങി വരുന്നു. അയാൾ അവിടെ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഒരാൾ അയാളെപ്പറ്റി എന്തോ പറയുന്നു. അപ്പോൾ നമുക്കൊക്കെ ഒരു ഇൻട്രസ്റ്റ് ആവും. ശരിയാണോ അത്? അതെയോ, ശരിക്കും അങ്ങനെയാണോ, അയാൾ അങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കിയുള്ള ഇപ്പോൾ 5 പേരുള്ള ഒരു ഗ്രൂപ്പാണെങ്കിൽ ഒരാൾ എന്തെങ്കിലും പറയുമ്പോൾ ബാക്കി 4 പേരും വളരെ ഇൻട്രസ്റ്റോട് കൂടി ഒന്ന് മുന്നോക്കം ആഞ്ഞിരുന്ന് അത് കേൾക്കാൻ തയ്യാറാവും. അപ്പോഴേക്കും വേറൊരാൾ അയാൾക്ക് അറിയാവുന്ന എന്തെങ്കിലുമൊക്കെ കുറച്ച് ആഡ് ചെയ്യും. അത് ശരി കേട്ടോ, ഞാനും അന്ന് അങ്ങനെ അവിടെ വെച്ച് എന്നൊക്കെ പറഞ്ഞ് അവർക്ക് വേറെ എന്തെങ്കിലും സ്റ്റോറി പറയാനുണ്ടായിരിക്കും ഈ ഒരാളെ പറ്റി തന്നെ. പക്ഷേ ആ ആൾ അവിടെ പ്രസൻ്റ് ആയിരിക്കില്ല. ആരെ പറ്റിയാണോ നമ്മൾ പറയുന്നത് അവരുടെ ഭാഗം ഡിഫെൻഡ് ചെയ്യാൻ അത് അങ്ങനെയല്ല ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അത് ശരിയാണ് അത് തെറ്റാണ് എന്ന് പറയാൻ അയാൾ അവിടെ ഉണ്ടായിരിക്കില്ല. നമ്മുടെ സമൂഹത്തിലൊരു 90% ആളുകളും ഇങ്ങനെയുള്ള ആരെങ്കിലും പറ്റി എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റോട് കൂടി കുറച്ചുകൂടി അറിയാനായിട്ട് താല്പര്യം കാണിക്കുകയാണ് ചെയ്യുക. പക്ഷെ വളരെ കുറച്ച് ശതമാനം ആളുകളുണ്ട്, അവർക്ക് പെട്ടെന്ന് അത് കേൾക്കാൻ താല്പര്യം ഉണ്ടായിരിക്കില്ല. അവർക്ക് എന്തോ ഇങ്ങനെ അവരുടെ ബ്രെയിനിനൊരു എന്തോ നന്നല്ലാത്താണ് സംഭവിക്കുന്നത് എന്നൊരു സിഗ്നൽ കിട്ടുന്നു. അവർ കോൺവെർസേഷനിൽ എൻഗേജ്ഡ് ആവുന്നതിന് പകരം സ്ലോലി ഡിസെൻഗേജ് ആവുന്ന പോലെ അവർക്ക് ഫീൽ ആവും. ഇങ്ങനെയുള്ള കാരണം അവരുടെ മനസ്സിൽ അവരുടെ ബ്രെയിൻ അവരോട് പറയുകയാണ് ഇത് ശരിയല്ല, ഇതൊരു ന്യൂട്രൽ കോൺവെർസേഷൻ അല്ല, ആരെ പറ്റിയാണോ പറയുന്നത് അയാൾ അവിടെ പ്രസൻ്റ് അല്ല. ഒരാളുടെ അസാന്നിധ്യത്തിൽ അയാളെപ്പറ്റി കുറച്ച് പേർ ചേർന്നൊരു സ്റ്റോറി ഉണ്ടാക്കിയെടുക്കുന്നത് പോലെയാണ്. അതിൻ്റെ ശരിതെറ്റുകളെക്കുറിച്ച് ആർക്കും അറിയില്ല. ഈ പറയുന്ന ആൾക്ക് പോലും 100% ഷുവറായിരിക്കില്ല. കാരണം ഒരാളെ പറ്റി അയാൾക്കാണ് നന്നായി അറിയാവുന്നത്. മറ്റുള്ളവർ പറയുന്നതൊക്കെ അവരുടേതായ വേർഷനിലുള്ള സ്റ്റോറി ആയിരിക്കും. അങ്ങനെയുള്ള ആളുകൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പെട്ടെന്ന് ഡിസ്കംഫർട്ട് ആവും. അവർക്ക് ക്യൂരിയോസിറ്റിയും ഇൻട്രസ്റ്റ് ഒക്കെ വരുന്നതിന് പകരം എന്തോ ഒരു ശരികേടാണ് അവർക്ക് തോന്നുക. പെട്ടെന്ന് അവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് എണീറ്റ് പോയാൽ മതി, അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകൾ അതൊന്ന് നിർത്തിയാൽ മതി എന്നൊക്കെ ഒരു ചിന്തയാണ് അവർക്ക് വരിക. നമ്മൾ ഓരോ അസംഷൻസ് പറയുന്നു, ഒരാളെ പറ്റി എന്തൊക്കെയോ സ്റ്റോറി ഉണ്ടാക്കുന്നു, അയാളുടെ പേര് ചീത്തയാക്കുന്നു. ഇവരാരെ പറ്റിയാണോ പറയുന്നത് ആ ആളുടെ സ്ഥാനത്ത് താനാണെങ്കിലോ എന്നൊരു ചിന്ത ഇവരുടെ ഉള്ളിലേക്ക് വരും. ആ ഒരു ചിന്ത വരുന്നതോടുകൂടി തന്നെ നമുക്ക് പിന്നെ അവിടെ ഇരിക്കാൻ കഴിയില്ല, ആ കോൺവെർസേഷനിൽ എൻഗേജ് ആവാൻ കഴിയില്ല. കാരണം നാളെ ഞാനില്ലെങ്കിൽ എന്നെപ്പറ്റി ഇങ്ങനെ മറ്റുള്ളവരൊരു കഥ പറയുകയാണെങ്കിൽ അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറയാൻ എനിക്ക് കഴിയാതെ വരുമ്പോൾ കാരണം നമ്മളവിടെ ഇല്ലല്ലോ. അപ്പോൾ കുറേ പേര് ഇവിടെ ഇരുന്ന് കുറച്ച് പേര് എന്തൊക്കെയോ പറയുന്നു, അവിടെ ഇരുന്ന് കുറേ പേര് എന്തൊക്കെയോ പറയുന്നു. അങ്ങനെ മൊത്തം നമ്മളെപ്പറ്റി നമ്മൾ പോലും അറിയാത്ത കുറേ കഥകൾ നമ്മുടെ ചുറ്റും അങ്ങനെ പരക്കുകയാണ്. കുറേ ആളുകൾ അത് വിശ്വസിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും മോശപ്പെട്ട കാര്യം. സത്യമല്ലാത്ത ഒരു കഥയാണെങ്കിൽ കൂടി ആരുടെയെങ്കിലൊക്കെ ഭാവനയിൽ വിരിഞ്ഞ, അല്ലെങ്കിൽ അവരങ്ങനെ വിശ്വസിക്കുന്നു എന്നുള്ളത് കൊണ്ട് ചില എന്തൊക്കെയൊക്കെയോ കാര്യങ്ങൾ അവിടെയും ഇവിടെയൊക്കെ ശരിയായിരിക്കും. അപ്പോൾ അതിനെല്ലാം കൂട്ടിച്ചേർത്ത് ഒരു കഥ മെനഞ്ഞുണ്ടാക്കുകയാണെങ്കിലോ. പക്ഷേ ഭൂരിഭാഗം പേരും ഈ കഥകൾ വിശ്വസിക്കും. കാരണം ആളുകൾക്ക് ഇഷ്ടമാണ് വേറെ ആളുകളെ പറ്റി എന്തെങ്കിലുമൊക്കെ കേൾക്കാൻ. അത് കുറച്ച് നെഗറ്റീവ് സൈഡുള്ള കാര്യങ്ങളാണെങ്കിൽ വളരെ താല്പര്യമാണ്. ആരെങ്കിലുമൊക്കെ വില്ലനായി കാണാൻ അങ്ങനെയൊക്കെ ആളുകൾക്ക് കൂടുതൽ ഇഷ്ടമാണ്. പക്ഷെ ചുരുക്കം ചില ആളുകൾക്ക് ഇതിൽ കുറ്റബോധം വരും. അത് ശരിയല്ല എന്നൊരു ചിന്ത അവരുടെ ബ്രെയിൻ അവരോട് പറയും ഇത് ശരിയല്ല എന്നുള്ളത്. അപ്പോൾ അവർ പതുക്കെ ആ സീനിൽ നിന്ന് എസ്കേപ്പ് ആവാൻ ശ്രമിക്കും. എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാക്കി എന്നാൽ പിന്നെ കാണാൻ, അല്ലെങ്കിൽ തിരക്കുണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആ ഗ്രൂപ്പിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ ഇവർ താല്പര്യം കാണിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് പൊതുവെ സുഹൃത്തുക്കളൊക്കെ വളരെ കുറവായിരിക്കും. ഇവർക്ക് തന്നെ തോന്നും എനിക്ക് സോഷ്യൽ ഇൻ്റലിജൻസ് ഇല്ല, എനിക്ക് ആളുകളോട് പെരുമാറാൻ അറിയില്ല, എനിക്കെന്തോ കുഴപ്പമുണ്ട് എന്നൊക്കെ രീതിയിൽ ഇവർ ചിന്തിക്കും. ഇവരെ ഉൾക്കൊള്ളുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ആളുകൾക്ക് അധികം ഇഷ്ടം അവർ പറയുന്നത് വിശ്വസിക്കുന്ന ആളുകളെ, ഇല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ പറ്റി പറയാൻ പുതിയ ന്യൂസുമായിട്ട് വരുന്ന ആളുകളെയൊക്കെയാണ് കൂടുതൽ ഗ്രൂപ്പുകളും എൻകറേജ് ചെയ്യുക. അങ്ങനെയുള്ളവരോട് സംസാരിക്കാനായിരിക്കും ഭൂരിഭാഗം പേർക്കും താല്പര്യം. ഇപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് വേറെ ആളെ പറ്റി ഒന്നും പറയാനും ഇല്ല, മറ്റൊരാളെ പറ്റി വേറെ ആരെങ്കിലുമൊക്കെ പറയുമ്പോൾ അത് കേട്ട് എൻജോയ് ചെയ്യാനും നമുക്ക് പറ്റുന്നില്ല. അങ്ങനെയുള്ള ആളുകളെ അധികം പേരും അധികം ഗ്രൂപ്പിലൊന്നും പെടുത്താറില്ല. അങ്ങനെ ഇവരോട് സംസാരിക്കാനോ ഇവരെ അവരുടെ ഗ്രൂപ്പിൽ പെടുത്താനോ ഒന്നും കാര്യമായിട്ട് താല്പര്യം ആരും കാണിക്കില്ല. നമ്മൾ ഒറ്റപ്പെട്ടു പോയതുപോലെയൊക്കെ തോന്നും പല ഗ്യാതറിങ്സിലും. അപ്പോൾ പലപ്പോഴും ഇങ്ങനെയുള്ള ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷന് പോകാനോ എന്തെങ്കിലുമൊക്കെ പാർട്ടിക്ക് പോകാനൊക്കെ ഭയങ്കര മടിയായിരിക്കും. കാരണം ഇവരുടെ കൂടെ ഇവരുടെ അതേ വൈബുള്ള ആളുകളെ കണ്ടെത്താനൊന്നും ഇവർക്ക് പലപ്പോഴും കഴിഞ്ഞെന്ന് വരില്ല. അങ്ങനെയുള്ള ആളുകൾ കുറവാണ്. അധികവും ഒരു ഗ്രൂപ്പ് ചേർന്ന് നിന്ന് സന്തോഷത്തോടെ സംസാരിക്കുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൽ ഭൂരിഭാഗവും വേറെ ആരെങ്കിലുമൊക്കെ പറ്റിയായിരിക്കും സംസാരിക്കുന്നുണ്ടായിരിക്കുക.
അപ്പോൾ ഇവർക്ക് തന്നെ തോന്നും എനിക്ക് സുഹൃത്തുക്കൾ കുറവാണ്, സ്വയം എന്തോ ഒരു കുറവുള്ളതുപോലെയൊക്കെ ഇവർക്ക് അനുഭവപ്പെടും. പക്ഷെ സത്യത്തിൽ അങ്ങനെയല്ല. ഇങ്ങനെ ഗോസിപ്പിലൂടെയൊക്കെ ഉണ്ടാക്കുന്ന സൗഹൃദങ്ങൾ ഒരിക്കലും സേഫ് അല്ല. എല്ലാവരും ഇൻസെക്യൂർ ആയിരിക്കും ഇങ്ങനെയുള്ള ഗ്രൂപ്പിൽ. അവർക്ക് തന്നെ അറിയാം അവരവിടെ ഇല്ലെങ്കിൽ അവരെ പറ്റി മറ്റുള്ളവർ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പറയാൻ അവർക്ക് കഥകൾ ഉണ്ടായിരിക്കും, അതൊരിക്കലും നല്ല കാര്യമായിരിക്കില്ല എന്നൊക്കെ ഒരു ചിന്ത ഈ ഗ്രൂപ്പിലുള്ള ഓരോരുത്തരുടെയും ഉള്ളിലുണ്ടായിരിക്കും. അപ്പോൾ ഇത് വളരെ ഇൻസെക്യൂറായ ബന്ധങ്ങളാണ്, സേഫ് അല്ലാത്ത ബന്ധങ്ങളാണ്. ട്രസ്റ്റ് ഇഷ്യൂസ് എല്ലാവർക്കും ഉണ്ടായിരിക്കും ഈ ഗ്രൂപ്പിലുള്ള ആളുകൾക്ക്. ഈ ഗോസിപ്പ് പറയുന്ന എല്ലാവരുടെയും ഉള്ളിൽ ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിരിക്കും. എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെപ്പറ്റി ഇനി അവരോടൊക്കെ പറയും, ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഞാനില്ലാത്തപ്പോൾ വേറെ ആരോടെങ്കിലുമൊക്കെ കഥകളാക്കി ഇവർ പറഞ്ഞു കൊടുക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു പേടി ഇവരുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ടായിരിക്കും. ഗോസിപ്പിലൂടെ ഉണ്ടാക്കുന്ന ബന്ധങ്ങളുടെ അടിത്തറ എന്ന് പറയുന്നത് ഈ ആളുകളുടെ ഇൻസെക്യൂരിറ്റിയാണ്. അവനവനെ പറ്റി തന്നെ ഒരു മതിപ്പില്ലായ്മ. അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടുപിടിക്കാനും അത് അങ്ങ് സ്പ്രെഡാക്കാനും കൂടുതൽ ആളുകളോട് പറഞ്ഞ് കൂടുതൽ നെഗറ്റിവിറ്റി പരത്താനൊക്കെ ആളുകൾ ശ്രമിക്കുന്നത് അവനവനെ പറ്റി മതിപ്പില്ലാത്തത് കൊണ്ടാണ്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലുള്ള നിങ്ങളുടെ സൈലൻസ്, നിങ്ങളുടെ നിശബ്ദത എന്ന് പറയുന്നത് ഒരിക്കലും ശൂന്യതയല്ല, അത് നിങ്ങളുടെ ഇൻറ്റഗ്രിറ്റിയാണ്. നിങ്ങളൊരു നല്ല സ്വഭാവമുള്ള ഒരു നല്ല ആളാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള മറ്റുള്ളവരെ പറ്റിയുള്ള ചർച്ചകളിൽ അവരില്ലാത്തപ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയാത്തത്. അതുകൊണ്ടാണ് പൊതുവെ ഇങ്ങനെയുള്ള ആളുകളെ വളരെ മോശപ്പെട്ട ഒരാളായിട്ടാണ് മറ്റുള്ളവർ കാണാറ്. മോശപ്പെട്ട ആളെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് കൂട്ടത്തിൽ കൂടാൻ അറിയില്ല, ഒറ്റപ്പെട്ട് ഇരിക്കുന്ന ആളാണ്, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ആളുകൾ കാണുക. പക്ഷെ നമ്മളെപ്പോഴും ഒരു കൂടുതൽ ആളുകളുടെ, ഒരു മെജോറിറ്റി ആളുകളുടെ ഇടയിൽ അവരെ പോലെ തന്നെ ആയിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. ഓരോരുത്തരുടെയും ക്യാരക്ടർ വ്യത്യാസമല്ലേ. അപ്പോൾ ഇങ്ങനെ ഗോസിപ്പിനോടും നെഗറ്റിവിറ്റിയോടും ഒക്കെ താല്പര്യമില്ലാത്ത ആളുകൾ എന്ന് പറയുന്നത് ഒരു മോശപ്പെട്ട കാര്യമൊന്നുമല്ല. ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ലോകത്തുണ്ട്.